ജിമ്മി, ഏറെ പതിറ്റാണ്ടായല്ലോ കേരളത്തിൽ. ഓരോ സംഘടനയുടെയും തനി നിറന്ത എന്നുള്ളത് അവർക്ക് ആധിപത്യമുള്ളിടത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. കമ്മ്യൂണിസം എന്താണ് എന്ന് കമ്മ്യൂണിസത്തിന് ആധിപത്യമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പോയി പഠിച്ചാൽ ജിമ്മിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനും പറഞ്ഞത് ഓരോ മതവിഭാഗത്തിനും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആധിപത്യമുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കാം, ആധിപത്യമുള്ളിടത്ത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇന്ത്യ രാജ്യത്ത് ഏറെ പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ 7.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ ട്രാക്ക് റെക്കോർഡ് ഞാൻ വളരെ കൃത്യമായി പറയുന്നു. കേരളത്തിലെ മതസാമൂഹിക സംഘടനകൾ എടുത്താൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്താൽ, അവരുടെ എല്ലാം ആശയ പ്രചരണ പ്രവർത്തന രംഗത്ത് ഏതോ അർത്ഥത്തിലുള്ള മനുഷ്യവിരുദ്ധവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയും എക്സ്ട്രീമിസത്തിൻ്റെയും പലപ്പോഴും സായുധപരമായ പ്രതിരോധത്തിൻ്റെയും ഒക്കെ ഒരുപാട് അടയാളങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, 58 വെട്ടിയവർ മുതൽ തങ്ങളുടെ പ്രതിയോഗികളെ ആയുധം കൊണ്ട് വകവരുത്തുന്നവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏറെ പതിറ്റാണ്ട് കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യം പഠിച്ച് ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാന പ്രവർത്തകരിൽ നിന്ന് ബഹുസ്വര സമൂഹത്തിൻ്റെ ബഹുസ്വര മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളോ സമീപനങ്ങളോ സംസാരങ്ങളോ ഇടപെടലുകളോ സംഭവങ്ങളോ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ബഹുസ്വരതയെ കൂട്ടിയിണക്കാൻ വേണ്ടി അതത് സമൂഹങ്ങളുടെ ആഘോഷവേളകളെ വരെ എങ്ങനെ ഒരു കമ്മ്യൂണൽ ഹാർമണിയെ ചിട്ടപ്പെടുത്തിയിട്ട് കമ്മ്യൂണൽ പോളറൈസേഷനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി ദേശീയ തലത്തിലും പ്രാദേശിക തലങ്ങളിലും വേദികളും സംവിധാനങ്ങളും രൂപപ്പെടുത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി.